തിരുവനന്തപുരം പാപനാശത്തേക്ക് പോയാൽ ബീച്ചിൽ വിനോദസഞ്ചാരികളുടെ ഇടയിലൂടെ പജീറോ വാഹനത്തിന്റെ അതിവേഗ പാച്ചിൽ. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തിരക്കേറിയ സമയത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ച് ബീച്ചിലേക്ക് വാഹനമിറക്കി അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തിയത്. ആ ദൃശ്യങ്ങൾ കാണാം. പോലീസ് പിടിച്ചു. നിതിനില്ലേ, നിതിൻ നമ്മളെ പഴയ അവ ഇവിടെ നിന്നപ്പോൾ പറഞ്ഞ് 2 നേരം കാണാനാണെന്ന്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇതിൽ നടപടി വന്നിട്ടുണ്ടോ? ഗോകുൽ, റിജിത്ത് അശ്വതി, ഇതുവരെയും നിലവിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സംസ്ഥാനത്ത് 365 ദിവസവും കനത്ത തിരക്ക് നേരിടുന്ന ഒരു ബീച്ചാണ് ഈ വർക്കലയിലെ പാപനാശം ബീച്ച്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളും അതേപോലെ തന്നെ ബലിതർപ്പണത്തിനായി വരുന്നവരും ഒക്കെയുള്ള കനത്ത തിരക്കുള്ള ബീച്ച് തന്നെയാണ്. എന്തായാലും വലിയ തിരക്കിനിടയിലെ കൂടെയാണ് ഇത്തരത്തിൽ ഈ പജീറോ വാഹനം കടന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പാപനാശം ബീച്ചിലേക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടേക്ക് ഇറങ്ങുന്നത് ഒരു കൽപ്പടവ് ഇറങ്ങിയാണ്. ഈ സ്റ്റെപ്പിലൂടെ വാഹനം കടന്നെത്തുകയും തുടർന്ന് ഈ വിദേശ വിനോദസഞ്ചാരികൾ അടക്കം കിടക്കുന്ന ഇടത്തുകൂടി അമിത വേഗത്തിൽ വാഹനം പായുകയുമായിരുന്നു. ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തിയത് ആ പ്രദേശത്ത് നിന്നിരുന്ന ഒരു വിനോദസഞ്ചാരി തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം തന്നെ ജനങ്ങൾക്ക് ഭീതി വിതയ്ക്കുന്ന തരത്തിൽ അമിത വേഗത്തിൽ വാഹനം ഇട്ട് ഓടിക്കുകയായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ ഡ്രൈവിംഗ് ബീച്ച് അല്ല നിലവിൽ പാപനാശം ബീച്ച്. അവിടേക്ക് വാഹനം ഇറക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ വാഹനം ഇറക്കി അമിത വേഗത്തിൽ പായുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതേ തുടർന്ന് വാഹനം ഇറക്കുന്നതിനെ തുടർന്ന് ചില വിദേശ വിനോദസഞ്ചാരികളടക്കം നിലവിൽ പോലീസിന് പരാതി നൽകുകയും എയ്ഡ് പോസ്റ്റിൽ നിന്ന് പോലീസ് എത്തിക്കൊണ്ട് ഈ വാഹനം കസ്റ്റഡി എടുക്കുന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയൊക്കെ ചെയ്തതാണ്. അതേസമയത്ത് തന്നെ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഈ വാഹനം ആ കൽപ്പടവുകൾ കയറ്റി പിന്നീട് പോവുകയും ചെയ്തു എന്നുള്ളത്. അത്തരം CCTV-കൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇത് വിദേശ വിനോദസഞ്ചാരികൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ വാഹനം ഇറക്കിയതെന്നുള്ളതാണ് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. ശരി, ഗോകുൽനാഥ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരക്കേറിയ ഇടമാണ്, ജനങ്ങൾക്കിടയിലേക്കാണ് ഇങ്ങനെ ബീച്ചിലേക്ക് വാഹനം ഇറക്കിക്കൊണ്ടുള്ള അഭ്യാസം. ബീച്ചിലേക്ക് വാഹനം ഇറക്കിയെന്ന് മാത്രമല്ല, ഇത് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സാഹസികമായി ആ സ്റ്റെപ്പുകൾക്ക് മുകളിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് തീർത്തും അപകടകരമായ നിലയിലാണ് അവരുടെ അഭ്യാസം ഉണ്ടായത്. എന്തായാലും വാഹനത്തിനെതിരെ ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. നടപടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. വാഹനം തിരിച്ചറിയാനുള്ള ശ്രമം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.